പി.ടി. ഉഷയ്ക്കും ഷൈനി വിൽസനുമൊപ്പം ദേശീയതല മത്സരങ്ങളിൽ പങ്കെടുത്തിട്ടുള്ള കുറുമ്പക്കുട്ടി ദുരിതങ്ങളുടെ ദയനീയാവസ്ഥയിലാണ്. ചങ്ങരംകുളം ചീയാനൂർ സ്വദേശിയായ കുറുമ്പക്കുട്ടിയാണ് പ്രതിസന്ധികളോട് പടവെട്ടുന്നത്. സ്കൂൾ പ്രീ ഡിഗ്രി കാലയളവിൽ നിരവധി മത്സരങ്ങളിൽ പങ്കെടുത്ത കുറുമ്പക്കുട്ടിക്ക് ഏറെ പ്രതീക്ഷയും സ്വപ്നങ്ങളും നിറഞ്ഞതായിരുന്നു പഠനകാല ജീവിതം. എന്നാൽ ജീവിത പ്രാരാബ്ദങ്ങളിൽ എല്ലാം കൈവിട്ട അവസ്ഥയിലാണെന്ന് ഇവർ പറയുന്നു. അത്ലറ്റിക്സ് മത്സരങ്ങളിൽ പങ്കെടുത്ത് ജനശ്രദ്ധയാകർഷിച്ച കുറുമ്പക്കുട്ടിയുടെ പേരിൽ തൃശൂർ വടക്കേ സ്റ്റാൻഡിൽ സർക്കാർ സ്വിമ്മിംഗ് പൂൾ നിർമ്മിച്ചു നൽകിയത് ഇന്നും നിലനിൽക്കുന്നുണ്ട്. ഒരു വനിത മത്സരിച്ചത് നീന്തലിന് ഞാനായിരുന്നു. അത് കാരണം കൊണ്ട് നാഷണലിൽ പോവുകയും ചെയ്ത് അവിടുന്ന് ഫസ്റ്റ് കിട്ടിയായിരുന്നു. അവിടെ നിന്ന് ഇവിടെ വരുമ്പോൾ സ്പോർട്സ് കൗൺസിലിൽ സ്വീകരണം ഉണ്ടായിരുന്നു. അങ്ങനെ കേന്ദ്ര ഗവൺമെൻറ് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രി ആയിരിക്കുന്ന സമയത്താണ് സംഭവം നടന്നിരുന്നത്. സ്വിമ്മിംഗ് പൂള് നിങ്ങൾക്ക് അനുവദിച്ചു തരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ അനുവദിച്ചു തന്നിട്ടുണ്ടാകുന്ന തൃശ്ശൂർ സ്വിമ്മിംഗ് പൂള്. തൃശൂർ സ്വദേശിയായ ഇവർ 2 പതിറ്റാണ്ടായി ചങ്ങരംകുളത്ത് ഭർത്താവ് തങ്കപ്പനൊപ്പം വാടക വീട്ടിലാണ് താമസം. സ്വന്തമായി ഒരു വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ ഇനി മുട്ടാത്ത വാതിലുകളില്ല. സൂക്ഷിക്കാൻ ഇടമില്ലാതായതോടെ സർട്ടിഫിക്കറ്റുകളും മെഡലുകളും നാശത്തിന്റെ വക്കിലാണ്. പലതും നിരാശയും മനസ്സിലെ വിഷമങ്ങളും കാരണം ഉപേക്ഷിച്ചു. എനിക്ക് വീടാണ് ആവശ്യം. വാടക കൊടുത്ത് തോറ്റു സാറേ. ഇപ്പം 4000 രൂപ ഇതിന് കൊടുക്കണം. നീന്തൽ മത്സരങ്ങൾക്കും അത്ലറ്റിക്സ് ഇനങ്ങൾക്കുമുള്ള പരിശീലനം നൽകാൻ തയ്യാറാണെന്ന് കുറുമ്പക്കുട്ടി പറയുന്നു. ഇവിടെ 25 വർഷമായി ഞാൻ ഈ മലപ്പുറം ജില്ലയിൽ വന്നിട്ട്, ആലങ്കോട് പഞ്ചായത്തിൽ വന്നിട്ട്. 2000 വന്നതാണ് ഞാൻ. ഇപ്പൊ 2025 ആയില്ലേ. ഇവിടെ കുടുംബശ്രീയുടെ ഇതിലൊക്കെ പങ്കെടുത്തിട്ടുണ്ട്. കേരളോത്സവത്തിന് പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. എല്ലാത്തിനും ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നു. കുടുംബശ്രീയുടെ പങ്കെടുത്തിട്ട് കുടുംബശ്രീ വലിയൊരു കപ്പ് ഓവറോൾ കപ്പ് കിട്ടിക്കുന്ന കുടുംബശ്രീയുടെ എനിക്ക് തന്നെ ഏറ്റവും കൂടുതൽ പോയത്. 35 പോയിന്റ് എനിക്ക് തന്നെ ഉണ്ടായിരുന്നു. എല്ലാ കലാപരിപാടിയിലും എനിക്ക് തന്നെയായിരുന്നു ഫസ്റ്റ്. സ്വന്തമായി വീടെന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ കനിവുള്ളവർ പിന്തുണയ്ക്കുമെന്ന പ്രതീക്ഷയിലാണ് ഈ കുടുംബം.